ഭരണകക്ഷിയിലെ MLA ആയ PV അൻവറിന്റെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയും TV പ്രസാദും തുടരുന്നു. അഷ്കർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ADGP MR അജിത് കുമാറിനെ കൊടും ക്രിമിനൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് PV അൻവർ. പ്രത്യേകിച്ച് കൊലപാതകം ചെയ്തും പരിചയമുണ്ടെന്നൊക്കെയുള്ള ഗുരുതര ആരോപണമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നേരെ ഉയർത്തുകയും ചെയ്യുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഒരാളെ കാണാതായതിൽ വരെ പങ്കുണ്ട് എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കൈവശമുണ്ടെന്നു കൂടിയാണ് പറയുന്നത്. എത്ര ഗുരുതരമായ ആരോപണമാണെന്ന് ഓർക്കണം. സംസ്ഥാനത്തെ ഇപ്പോഴും ചുമതലയുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നേരെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭരണകക്ഷിയിലെ MLA തന്നെ ആരോപണം ഉയർത്തുന്നത്. ഇതുവരെയും അതിലൊരു അന്വേഷണമോ നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. വിനിത, സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയാണ് കൊലപാതക കുറ്റമടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭരണപക്ഷത്തെ MLA തന്നെ ഉയർത്തുന്നത്. ഒരുപക്ഷെ ആ ADGPക്ക് ആ ചുമതല ഇനി തുടരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പോലും പ്രസക്തമാക്കുന്ന വിധത്തിലാണ് PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ. ഒന്നാമതായി ഏറ്റവും ഗുരുതരമായ ആരോപണം നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നിലധികം കൊലപാതകങ്ങളിൽ ADGP ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടുള്ള MR അജിത് കുമാറിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് PV അൻവർ MLA ആരോപിക്കുന്നു. അതിൽ വേണ്ടി വന്നാൽ വാദികളെയും സാക്ഷികളെയും ഹാജരാക്കാൻ താൻ തയ്യാറാണ്. അതിന് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നാൽ ആ തെളിവുകൾ താൻ കൈമാറുമെന്നുള്ള ആരോപണം PV അൻവർ MLA ഉന്നയിച്ചു. അതിനോടൊപ്പം തന്നെ കോഴിക്കോട് നിന്നും കാണാതായിട്ടുള്ള നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ പ്രതികരിച്ചതുപോലെ തന്നെ കോഴിക്കോട് സ്വദേശിയായ മാമിയുടെ തിരോധാനത്തിൽ ആ മാമി കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അതിന് പിന്നിൽ ആ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടായിരുന്ന മാമിയുടെ അപ്രത്യക്ഷമായതിന് പിന്നിലും ADGP ആയിട്ടുള്ള MR അജിത് കുമാർ പങ്കുണ്ടെന്നും PV അൻവർ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന് പിന്നിൽ അതിൻ്റെ ഏറ്റവും പ്രധാനിയായി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറാണ് എന്നുള്ള ഗുരുതര ആരോപണം പലവരും PV അൻവർ MLA ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ADGPയുടെ വീട്ടിലെത്തി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സ്വർണം കണ്ടെത്താൻ സാധിക്കുമെന്നടക്കം PV അൻവർ പറയുകയും ചെയ്തു. മാത്രമല്ല, അതിന് ഉദാഹരണമായി തന്നെ അദ്ദേഹം ഒരു കാര്യം വിശദീകരിച്ചത് ADGP ആയിട്ടുള്ള അജിത് കുമാറിൻ്റെ ഭാര്യയുടെ സഹോദരന്മാരാണ് അജിത് കുമാറിന് വേണ്ട ഇടപാടുകൾ നടത്തുന്നത്. അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഭാര്യ സഹോദരന് ഫോൺ വിളിക്കുകയും പിന്നീട് ആ കോൾ ഫോർവേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഫറൻസ് കോളുകളാക്കിക്കൊണ്ട് ആ റെക്കോർഡ് ചെയ്യപ്പെടാത്ത രീതിയിൽ ഇല്ലെങ്കിൽ കോൾ ലിസ്റ്റിൽ വരാത്ത രീതിയിൽ മൂന്നാമത്തതായി അതിൽ കോളുകൾ കണക്ട് ചെയ്തു വരുന്നത് അത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലെ ആളുകളാണെന്നും ആ ആളുകൾ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ MR അജിത് കുമാർ വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതര ആരോപണവും PV അൻവർ MLA ഉന്നയിച്ചു. മാത്രമല്ല, ഇതിന് കൂട്ടുനിന്നിരുന്ന ഏറ്റവും പ്രധാനിയായിട്ടുള്ള SP ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുമ്പ് മലപ്പുറത്തുണ്ടായിരുന്ന മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള S സുജിദാസ് ആണ് എന്നും PV അൻവർ ആരോപിച്ചു. അതിലേറ്റവും പ്രധാനമായി തെളിവുകളായി തന്നെ PV അൻവർ പറയുന്ന കാര്യം IPS സിവിൽ സർവീസ് നേടുന്നതിന് മുമ്പ് മലപ്പുറം SP ആയിരുന്ന സുജിദാസ് ജോലി ചെയ്തിരുന്നത് കസ്റ്റംസ് വിഭാഗത്തിലായിരുന്നു. അങ്ങനെ കസ്റ്റംസ് വിഭാഗവുമായും SP സുജിദാസിനുണ്ടായിരുന്ന ബന്ധം മുതലെടുത്തുകൊണ്ട് തന്നെ ADGP അജിത് കുമാർ, SP ആയിട്ടുള്ള സുജിദാസ്, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ അടങ്ങുന്ന ഒരു ലോബി തന്നെ ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും അതിനായി ഏറ്റവും ഉപയോഗിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് അതത് കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെയാണ് എന്നും PV അൻവർ വ്യക്തമാക്കിയുണ്ടായി. ഇതിനൊക്കെ തൻ്റെ പക്കൽ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്നും PV അൻവർ ആരോപിച്ചു. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കരിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് SP സുജിദാസ് ആയിരിക്കുന്ന സമയത്ത് വലിയ തോതിൽ സ്വർണം പിടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പലപ്പോഴും പിടിക്കുന്ന സ്വർണ്ണങ്ങളിൽ 60 മുതൽ 70% വരെ ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരും SP-യും ADGP-യും അടങ്ങുന്ന സംഘം തട്ടിയെടുക്കുകയും ബാക്കി സ്വർണം മാത്രമാണ് ലിസ്റ്റിൽ വരുത്തിയതെന്നും PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വലിയ തോതിൽ സ്വർണത്തിന്റെ കൂമ്പാരം തന്നെ ADGP അജിത് കുമാർ ഉണ്ടാക്കിയെന്നുള്ള ഗുരുതര ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. അങ്ങനെ കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘമടക്കം ബിസിനസ് ലോബികളുമായുള്ള ബന്ധമടക്കം PV അൻവർ ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. വിനീത, അതാണ് TV പ്രസാദ് അഷ്കർ വിശദീകരിച്ചതുപോലെ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് ബന്ധം, കൊലപാതകം ചെയ്യിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിൽ ഒരു അന്വേഷണവും ഇതുവരെ നടത്തുന്നില്ല എന്നതാണ്. സുജിത് ദാസിനെതിരെ, അതായത് മലപ്പുറത്തെ മുൻ SP-ക്കെതിരെ, ഇപ്പോഴത്തെ പത്തനംതിട്ട SP-ക്കെതിരെ അദ്ദേഹം 3 ദിവസം അവധിയിലാണ്. ഇപ്പോൾ അൻവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവധിയെടുത്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്കെതിരെയൊന്നും യാതൊരു വിധത്തിൽ അന്വേഷണ വിധേയമായി പോലും മാറ്റി നിർത്തുന്ന ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം.